സർവ്വസിക്ക് സ്വാഗതം ആശംസിച്ച സർവ്വസിക്ക് പലരും നമ്മുടെ പെരിയ പഞ്ചായത്ത് കൺവീനർ കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള തോമസ്, നമ്മുടെ കമ്മിറ്റിയുടെ ചൂടൊക്കെ പറയണം. പേര് വരെ കൂടുതലായി ഏറെ പ്രിയപ്പെട്ട ഈ വികസന സെമിനാറിൽ പങ്കെടുക്കാൻ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായി. നമ്മളെല്ലാവരും അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നിൽ കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തുകൾ വികസന സദസ് നടത്തിയതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ വരേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വികസന സെമിനാറുകൾ നടത്തിക്കൊണ്ട് അഭിപ്രായ രൂപീകരണം നടത്താനും ആ അഭിപ്രായ രൂപീകരണത്തിലൂടെ ഉയർന്നു വരുന്ന ആശയങ്ങൾ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുമ്പോട്ട് വെക്കേണ്ട ഒരു കർമ്മ പരിപാടി രൂപപ്പെടുത്താനാണ്. അതിനുവേണ്ടി നമ്മൾ നിർദ്ദേശിച്ചത് നമ്മൾ മാത്രം ഇതൊന്നും ചെയ്യാനല്ല. എല്ലാ പാർട്ടികളിൽ നിന്നും ഒരു 10 പേരെങ്കിലും വരിക, അവിടെയുള്ള ക്ലബ്ബുകള്, കാർഷിക മേഖലയാണ്, പാടശേഖര സമിതിയുടെ പ്രസിഡന്റുമാര്, രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് ഇപ്പോൾ പൂർണ്ണമായി നിൽക്കാത്തവരെ പോലും അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു വരുത്തി കൊണ്ടുവരണമെന്നും അതിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതായിട്ട് ഈ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് തരാൻ പറ്റാത്തവർക്ക് ഈ ബോക്സ് വെച്ച് അവിടെ അഭിപ്രായം സ്വീകരിക്കണമെന്നെല്ലാമാണ് തീരുമാനിച്ചത്. ഞാനിപ്പോ കുറച്ചു മുമ്പ് തോമസ് ഐസക് പങ്കെടുത്തൊരു കമ്മിറ്റി പങ്കെടുത്തിട്ടാണ് വരുന്നത്. അത്ര പഞ്ചായത്ത് ബോക്സ് വെച്ചെന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട് ഞങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ആയിരുന്നു, ഒരു ജില്ലാ കമ്മിറ്റി മുമ്പ് മാത്രമേ പറഞ്ഞില്ല എന്റെ പഞ്ചായത്ത് വെച്ചത്. ഞാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് LDFന്റെ കൺവീനറുമാണ്. എന്റെ അധീനതയിൽ തന്നെ 11 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയുണ്ട്. ഞാൻ കൺവീനറായിട്ടുള്ള ഇതിലായി ഒരാള് വെച്ചെന്ന് പറയാൻ എനിക്ക് ധൈര്യം ചേർത്തിട്ട് ഞാൻ പറഞ്ഞില്ല. എന്താ വെച്ചാൽ അങ്ങനെ ബോക്സുകൾ വെച്ച് നിർദ്ദേശം തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെ ബോക്സ് വെച്ചതിനെ പറ്റി വലിയ വാർത്ത വന്നല്ലോ ചാനലുകളിലെല്ലാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കഴിഞ്ഞ 9-10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടെ കേട്ടുകൊണ്ട് അതിൽ എന്തൊക്കെ ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇനി അങ്ങോട്ട് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ് പ്രധാനമായിട്ടും ഈ വികസന സെമിനാർ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ ഈ വികസന സെമിനാറ് ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയിപ്പോ നിങ്ങളുടെ ഇവിടെ വെച്ച് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളുടെ തുടർച്ചയായി പാർട്ടികളിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാം കൂടെ രൂപീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്ന് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പരസ്യപ്പെടുത്താനും അത് കഴിയുമ്പോഴേക്കും അത് പ്രിന്റ് ചെയ്ത് നമ്മൾ വീടുകളിൽ എത്തിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്നുള്ളത് കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കാം. ഇതിനുശേഷം അപ്പുറത്തുണ്ടാകുന്ന ഒരു കാർഷിക മേഖല എന്നുള്ള നിലയ്ക്ക് കാർഷിക
മേഖലയിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്ത കേരളമാണ്. ആ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ഇന്നെല്ലാ വീടുകളിലും ഹരിതകർമ്മസേനയുടെ 2 പ്രവർത്തകന്മാർ 2 പേർ വീടുകളിൽ പോയി ഇത് ശേഖരിക്കാനും ചില പഞ്ചായത്തുകൾ വളരെ ഭംഗിയായി തന്നെ ഈ കാര്യങ്ങൾ നിർവഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും 50 രൂപ കിട്ടിക്കഴിയുമ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള SMS-കളടക്കം പഞ്ചായത്തിൽ നടക്കുന്ന സ്ഥിതിയുണ്ട്. തുടക്കത്തിൽ ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. 50 രൂപയാണ് നമ്മളപ്പോൾ വലിയ എളുപ്പമായിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ചപ്പചവറുകളും ഈ കോഴി വേസ്റ്റുകൾ കൊണ്ട് നമ്മൾ നദിയിൽ ഇടുന്നതും ജലാശയങ്ങളിൽ ഇടുന്നതും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് 10,000 രൂപ ഫൈൻ അടിക്കുകയാണെങ്കിൽ ആ 10,000 രൂപയുടെ 2,500 രൂപ വില വരുന്ന ഭാഗം ആ ചൂണ്ടിക്കാണിക്കുന്ന ആളിന് കിട്ടുമെന്ന് അത് രഹസ്യമായി വെക്കുമെന്നെല്ലാം പറയും. ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ശേഷം 30 കോടിയിലേറെ രൂപയാണ് ഫൈൻ ഇനത്തിൽ മാത്രം കേരള സർക്കാരിന്റെ വരുമാനമായിട്ട് ലഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അപ്പൊ അതിന്റെ ഭാഗമായി വന്ന ഇത്ര പെർസെന്റേജ് വരുന്ന തുക ഇത് ചൂണ്ടിക്കാണിച്ചവർക്ക് കൊടുക്കുകയില്ല. അപ്പൊ ഒരു അവബോധം മലയാളിയുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനും മാലിന്യമുക്ത കേരളം എന്നത് ഒരു യാഥാർത്ഥ്യമാക്കാനും കഴിയും. അപ്പൊ ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് നമ്മുടെ ഒന്നാമത്തെ പിണറായിന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ് 2016 വന്നപ്പോൾ നമ്മൾ മുമ്പോട്ട് വെച്ചൊരു പ്രകടന പത്രികയിൽ 600 കാര്യങ്ങൾ പറയുകയും അതിൽ 560ഓളം വരുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ബാക്കി ശേഷിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വീണ്ടും ഒരു നിർബന്ധം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ്